സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് ബ്രസ്റ്റ് ഫീഡിങ് പ്രോബ്ലംസിനെ പറ്റി പറയാം. ആദ്യത്തേത് ഫ്ലാറ്റ് നിപ്പിൾസ്. ചില ആൾക്കാരിൽ അവരുടെ ബോഡി ടൈപ്പേ അങ്ങനെ ആയിരിക്കാം. സോ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആള് പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയം തൊട്ട് തന്നെ, ഒരു 7-ാം മാസമൊക്കെ തൊട്ട് തന്നെ നിപ്പിള് ചെറുതായിട്ട് മസാജ് ചെയ്യുകയും ആ നിപ്പിള് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ സിറിഞ്ചിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതും ഈ ഫ്ലാറ്റ് നിപ്പിളിന് വളരെ ഫലപ്രദമായി കാണാറുണ്ട്. അടുത്തതായിട്ടുള്ളത് തന്നെ ബ്രസ്റ്റ് എൻഗോർജ്മെന്റ്, അതായത് ബ്രസ്റ്റ് നിറയുക എന്നുള്ളത്. അത് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടിയെ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് എടുക്കാൻ ശ്രമിക്കുക. അതെല്ലാം കുട്ടി എടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെക്കുക. അതിന് നിങ്ങൾക്ക് ബ്രസ്റ്റ് പമ്പൊക്കെ യൂസ് ചെയ്യാം. മറ്റൊന്ന്, ഇതിന് വളരെ വേദന ഉണ്ടാവും ആ സമയത്ത്. ആ വേദന നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റിന് നിങ്ങൾക്ക് ചൂട് പിടിക്കാവുന്നതാണ്. മൂന്നാമതായാണ് സോർ നിപ്പിൾസ്, അതായത് നിപ്പിള് വിണ്ട് കീറുക എന്നുള്ളത്. അതിനൊരു മെയിൻ കാരണം കുട്ടിയുടെ ബ്രസ്റ്റ് ലാച്ചിങ്, അതായത് കുട്ടി പാല് കുടിക്കുന്ന രീതിയിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പാല് എക്സ്പ്രസ് ചെയ്ത് ആ നിപ്പിളിന് ചുറ്റും ഒന്ന് തേക്കുക. അതിനുശേഷം കുട്ടിയെ നല്ല പ്രോപ്പറായി ലാച്ചിങ്ങോട് കൂടി തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഈ നേരത്തെ പുരട്ടിയ ഈ ബ്രസ്റ്റ് മിൽക്ക് ഒരു മോയ്സ്ചറൈസർ പോലെ ആക്ട് ചെയ്യും. ഇൻ കേസ് അവിടെ ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനും സഹായിക്കും. ഇതൊന്നും പറ്റിയില്ലെങ്കിലും വീട്ടിലുണ്ടാക്കിയ നല്ല നെയ്യൊക്കെ നിങ്ങൾക്ക് പുരട്ടാവുന്നതാണ്. അതാണ് ഈ കുട്ടിയുടെ വായിൽ പോയാലും പ്രശ്നമില്ലാത്തൊരു കാര്യം തന്നെയാണ്. നാലാമതായി ബ്ലോക്ക് ഡക്റ്റ് ആണ്. അതായത് ഈ പാല് വരുന്ന ഡക്റ്റുകളുണ്ട്, ലാക്റ്റിസ്ഫെറസ് ഡക്റ്റ് എന്ന് പറയുന്നത്, അതിൽ വരുന്ന ചെറിയ ബ്ലോക്കുകളാണ്. അതൊന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ പോകാറുണ്ട്. ഇല്ല, ഇൻ കേസ് അത് വളരെ സിവിയർ ആണെങ്കിൽ നിങ്ങളൊരു വൈദ്യസഹായം എന്തായാലും തേടേണ്ടതാണ്. സോ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എൻ്റെ ഈ അക്കൗണ്ടിലേക്ക് DM ചെയ്യാം.